പാർട്ട് 2 ആണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത് കൂട്ട് ഈ CBSE സ്കൂൾസിലൊക്കെ പഠിച്ചവർ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസിൽ പഠിച്ചവരൊക്കെ കൂടുതലും ഇംഗ്ലീഷ് ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത നോവൽസൊക്കെയാണ് വായിക്കാറ്. അപ്പം വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ബഷീറിൻ്റെ പ്രേമലേഖനം അല്ലെങ്കിൽ അങ്ങനത്തെ നോവൽസൊക്കെ, ഇപ്പം MTയുടെയൊക്കെ നോവൽസൊക്കെ നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചതാണ്, മലയാളം മീഡിയം പിള്ളേരൊക്കെ. അപ്പം അത് നമുക്ക് അറിവുണ്ട്, അത് പിന്നെ നമുക്ക് അറിവുണ്ട്. പക്ഷെ അതിനെ പറ്റിയിട്ടുള്ള റെഫറൻസസോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാവ്യാത്മകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ കാണില്ല, അല്ലെങ്കിൽ നമ്മൾ അത്രയും ഡെപ്തിൽ പഠിച്ച് കാണത്തില്ല കേട്ടോ. അപ്പോൾ നോളജ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നതും നമ്മൾ എക്സ്പോസ്ഡ് ആവുന്ന കാര്യങ്ങളും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അപ്പം ഈ ഒരു മേർജിങ് നടക്കുന്ന എപ്പോഴാണ്, നേരത്തെ പറഞ്ഞുകൊണ്ട് നമ്മൾ കോളേജിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എക്സ്പോഷർ കിട്ടുമ്പോഴാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി, എല്ലാവരും അല്ല, കുറച്ച് പേരുടെ ഉള്ളൂ ഈ ഒരു പ്രശ്നം. അതായത് അവരുടെ ഇൻസെക്യൂരിറ്റി കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ കുറച്ചൊന്ന് താഴ്ത്തി കെട്ടാൻ നോക്കുക. എന്നാൽ അവർക്ക് ഇൻസെക്യൂരിറ്റി ആണ് ചിലപ്പോൾ ഇംഗ്ലീഷൊന്നും അത്രയ്ക്ക് അറിയില്ലെങ്കിൽ. പക്ഷെ നമ്മളത് വലുതായിട്ട് കാര്യമാക്കാറില്ല കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ഗ്രാമാറ്റിക്കൽ എറേഴ്സൊക്കെ ഇവർക്ക് കണ്ടു കഴിഞ്ഞാൽ, ചില മലയാളീസിന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ എല്ലാവരെയും മറ്റേ ഗ്രാമർ പഠിപ്പിക്കാൻ നടക്കും. ഓക്കെ, ഗ്രാമാറ്റിക്കൽ എറേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇംഗ്ലണ്ടിൽ വന്നിട്ട് 3-4 വർഷമായി. ഇവിടെ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നിട്ടുണ്ട്. അവർക്ക് നേരെ ഒരു സെൻറ്റൻസ് അവർ ഫിനിഷ് ചെയ്യില്ല. നമ്മൾ മലയാളം സംസാരിക്കും, നമ്മൾ അച്ചടി മലയാളം അല്ലല്ലോ സംസാരിക്കുക. നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്ലോയിൽ ചിലപ്പം കട്ട് ചെയ്തും ഷോർട്ട് കട്ട്സ് ഒക്കെ ആയിരിക്കില്ലേ പറയുന്നത്. അതേ കൂട്ടാണ് അവർ ഇംഗ്ലീഷ് സംസാരിക്കുക. അപ്പോൾ അവരാരും ഗ്രാമറൊന്നും നോക്കില്ല. ഇപ്പം നിങ്ങൾ ഹാസിന് പകരം ഹാഡോ ഹാവോ ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കതൊരു വിഷയമേ അല്ല. അപ്പം ഈ ഒരു ഇൻസെക്യൂരിറ്റി, അതായത് ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് പഠിച്ചത്, ഞാൻ മലയാളം മീഡിയം സ്കൂളാണ് അതിലൊക്കെ വെച്ചിട്ട് ഇത്രയും കമ്പാരിസൺസ്. ഞാൻ ഇത് എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഇടയ്ക്ക് ഒരു എക്സ്പോഷർ ഉണ്ടായി. കുറച്ച് ആൾക്കാരെ, നാട്ടിൽ നിന്നുള്ള ആൾക്കാരെ പരിചയപ്പെടാനും മലയാളീസിനെ പരിചയപ്പെടാനും. അവർക്ക് ഇപ്പോഴും ആ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട്. അതായത് ഇംഗ്ലീഷ് നേരെ സംസാരിക്കാൻ അറിയില്ല, ഒരു സെൻറ്റൻസ് ഫോം ചെയ്യാൻ അറിയില്ല. ആ ഒരു ഡീപ്പ് റൂട്ടഡ് ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെ സ്വത്തോ ഒരു പേഴ്സണൽ ഇതോ ഒന്നുമല്ല. അതെല്ലാം ഓരോരുത്തർ ഭാഷാ പ്രാവീണ്യം എന്ന് പറയുന്നത് അത് യൂസ് ചെയ്ത് വരുന്നൊരു സാധനമാണ്. അപ്പോൾ അത് ഇല്ലാത്തവന് ഉള്ളവനെ കളിയാക്കുക, അല്ലെങ്കിൽ ഒരു മൂവി റെഫറൻസ് അറിയുന്നവനെ കളിയാക്കുക, അതൊക്കെ വളരെ പെറ്റി ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?